നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം. മരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ. വൈദ്യുതാഘാതമേറ്റത് കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ. സംഭവത്തിൽ സ്വമേധ്യാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEBിക്കും സ്കൂളിനും വീഴ്ചയെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. മരിച്ച മിഥുന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകുമെന്ന് KSEB. ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുവെന്ന് MV ഗോവിന്ദൻ. പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ. നാളെ ABVP KSU വിദ്യാഭ്യാസ ബന്ദ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ. 4 ദിവസം അതിതീവ്ര മഴയെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരത്തിന്റെ ഇടപെടലിനെ കുറിച്ച് അറിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. മോചനത്തിനായി കേന്ദ്രത്തിന്റെ ശ്രമം തുടരുന്നുവെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി മന്ത്രി K രാജൻ. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടന്നുവെന്ന് സംശയമുണ്ടെന്ന് മൊഴി. പ്രശ്നങ്ങളുണ്ടെന്ന് ADGPയെ അറിയിച്ചിരുന്നു. രാത്രി വിളിച്ചപ്പോൾ അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും മൊഴി. കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്വമേധ്യാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടിയന്തരമായി അന്വേഷണം നടത്തി 14 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം V ഗീത ആവശ്യപ്പെട്ടു. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് സ്കൂൾ മാനേജ്മെന്റിനും വീഴ്ചയെന്ന് KSEB ആരോപിച്ചു. മരിച്ച മിഥുന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകുമെന്നും KSEB അറിയിച്ചു. കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് വൈദ്യുതാഘാതമേറ്റത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. സുധീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുധീഷ്, ഏറ്റവും ദാരുണമായ സംഭവം, ഒപ്പം വലിയ അനാസ്ഥ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്, ഒപ്പം KSEBയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? വലിയ പ്രതിഷേധങ്ങളൊക്കെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. തീർച്ചയായും അഖില, നമ്മൾ മുൻപെങ്ങും ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് പോലും ഇല്ല. കാര്യം അത്തരത്തിൽ ഒരു ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പും ആണ് ഈ കുഞ്ഞിന്റെ അമ്മയെ, വിദേശത്തായിരുന്ന കുഞ്ഞിന്റെ അമ്മയെ വീട്ടിൽ നിന്നും ആ വിവരം ഫോണിലൂടെ, അതായത് ഒരു അപകടം സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഒരു വിവരം ഫോണിലൂടെ അറിയിക്കുകയാണ് ചെയ്തത്. ഇനി അവർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തേണ്ടതുണ്ട്. വിദേശത്താണ് അമ്മ, ഒപ്പം കൂലിപ്പണിക്കാരനായ ഒരു അച്ഛൻ. നമ്മൾ ആ വീട് കണ്ടതാണ്. ആ വീട് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുള്ള ഒരു വീട്. അതൊരു വീടെന്ന് പോലും നമുക്കതിനെ ഒന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഒരു ദയനീയ അവസ്ഥയാണ് ആ കുഞ്ഞിന്റെ വീട്ടിലുള്ളത്. അപ്പോൾ അവരുടെ ഒരു ദാരിദ്ര്യാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും ആണ് ഈ കുഞ്ഞ് സ്കൂളിലേക്ക് അതിന്റെ വിദ്യാഭ്യാസത്തിനായി എത്തുന്നത്. തുടർന്നാണ് ആ ഒരു കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയായിരുന്നു. ഈ കുടുംബത്തിലെ 2 ആൺമക്കളിൽ മൂത്ത കുട്ടിയാണ് മിഥുൻ. ഇളയ കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് ആൺകുട്ടിയാണ്. ഇത്തരത്തിൽ ഒരു പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു കുടുംബത്തിൻ്റെ അവരുടെ അവസ്ഥ അത് കാണുമ്പോൾ നമുക്ക് ആരുടെയും കണ്ണു നിറയുന്നൊരു കാഴ്ചയാണ് ആ വീട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഒപ്പം ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പരസ്പരം പഴിചാരലുകളാണ് നടക്കുന്നത്. കാര്യം KSEB പറയുന്നു, ഞങ്ങൾ സ്കൂളിനോട് മുൻപ് ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കേബിൾ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനിൽ ഒരു കേബിൾ കവർ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം സ്കൂൾ അധികൃതർ പറയുന്നു ഇത് ഞങ്ങൾ KSEBയോട് മുൻപ് തന്നെ ആവശ്യപ്പെട്ടതാണ്, ഇവിടെ നിന്ന് ഇത് മാറ്റുക അല്ലെങ്കിൽ അതിന് അടിയന്തരമായ മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതൊന്നും നടന്നില്ല എന്ന് വേണം കരുതാൻ. അത് നടക്കാതിരുന്നതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമായിട്ട് വേണം ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. മിഥുൻ എന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് സ്കൂളിലേക്ക് രാവിലെ പഠിക്കുന്നതിനായി എത്തുന്നു. ഒപ്പം കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന സമയത്ത് ചെരുപ്പ് ഷീറ്റിൻ്റെ മുകളിലേക്ക്, ഈ സ്കൂളിന് സമീപത്തുള്ള സൈക്കിൾ പാർക്ക് ചെയ്യുന്ന ഷീറ്റിട്ട ഒരു ഷെഡിൻ്റെ മുകളിൽ
ഭാഗങ്ങളിലേക്ക് ഈ ചെരുപ്പ് അവിടേക്ക് പതിക്കുന്നു. ഈ ചെരുപ്പ് എടുക്കാനായി കൂട്ടുകാരുടെ ഇടയിൽ നിന്നും മിഥുൻ മുന്നിട്ടിറങ്ങി സ്കൂളിനുള്ളിലെ കോമ്പൗണ്ടിനുള്ളിലൂടെ തന്നെ ഈ ഒരു ഷീറ്റിനുള്ളിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെയാണ് തൊട്ടടുത്തുകൂടി പോകുന്ന, അതായത് ഷീറ്റിൽ നിന്നും ഒരു 2 അടി പൊക്കം മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് ലൈന്. ആ ഇലക്ട്രിക് ലൈനിൽ നിന്നാണ് കുഞ്ഞിന് ഷോക്കേൽക്കുന്നതും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ആ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ദാരുണമായ ആരെയും ഒരു ഞെട്ടിപ്പിക്കുന്ന വേദന ഉളവാക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ അത് കാണാൻ നമുക്ക് കഴിവതില്ല. കാര്യം അത്രയും ഒരു ദാരുണമായൊരു സംഭവം എന്ന് വേണം കരുതാൻ. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പല വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ പ്രതിഷേധിച്ചെത്തി. ഒപ്പം നാട്ടുകാരും പ്രതിഷേധിച്ചു കൊണ്ടുവന്നു. ഇവരെയൊക്കെ തടഞ്ഞ് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് നിർത്തിയിരുന്നു പോലീസ്. പക്ഷേ ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൻ്റെ ഉത്തരവാദി ആരാണ്? ഇതിൽ ആരാണ് മറുപടി പറയേണ്ടത്? അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിൽ എന്ത് വിശദീകരണമാണ് സ്കൂളിന് നൽകാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിലേക്ക് വന്ന ഈ സംഭവം അറിഞ്ഞ സ്കൂളിലേക്ക് വന്ന ADM ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് അധികൃതർ, വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർ, അവരോടൊക്കെ തന്നെ ഈ പൊതുജനങ്ങളും ഒപ്പം വിദ്യാർത്ഥി സംഘടനകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു: ഈ സംഭവത്തിന് ആരാണ് ഉത്തരവാദി? പക്ഷേ അതിനൊരു ഉത്തരം നൽകാൻ ഈ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്നാണ് സർക്കാർ വകുപ്പ് പറയുന്നത്, സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത്. അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു എന്നും പറയുന്നു. ഈ കുട്ടികളുടെ ഈ ഒരു മരണത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ആ വിധത്തിൽ അന്വേഷിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി. ഒപ്പം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KSEBയും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നു. പക്ഷേ ഈ അന്വേഷണത്തിലൊക്കെ തന്നെ തെളിഞ്ഞു വരേണ്ടതായ കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ്. കാര്യം ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ഇതിനകത്ത് എന്താണ്, അതല്ലെങ്കിൽ ഒരു കുറ്റം ഒരാളുടെ മേളിലേക്ക് ചാർത്താം എന്നുള്ളതൊഴിച്ചാൽ ആ നഷ്ടം നമുക്ക് നികത്താൻ കഴിയുന്നതല്ല. അത്തരത്തിൽ വലിയൊരു നഷ്ടമാണ് ഒരു കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ. ആ കുഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ സ്കൂൾ അധ്യയന വർഷം വരെ വീടിനടുത്തുള്ള മറ്റൊരു സ്കൂളിലായിരുന്നു. അത് LP സ്കൂളായിരുന്നതിനാൽ 8ാം സ്റ്റാൻഡേർഡിൽ മറ്റൊരു പുതുതായി എത്തിയ ഒരു സ്കൂളാണ്. അധ്യയന വർഷം തുടങ്ങി കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ആ സ്കൂളുമായി സഹപാഠികളുമൊക്കെയായി പരിചയപ്പെട്ട് വരുന്ന ഒരു സമയം കൂടിയായിരുന്നു ആ കുഞ്ഞിൻ്റേത്. അപ്പോഴായിരുന്നു ആ കുഞ്ഞിന് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ആരുടെയും മനസ്സലിയിക്കുന്ന, അല്ലെങ്കിൽ ആർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയും അല്ലെങ്കിൽ ആ വാർത്തയും തന്നെയാണ്. പക്ഷേ ഇതിനൊന്നും ഒരു മറുപടി അധികൃതർ നൽകേണ്ടത് ഉണ്ട്. പക്ഷേ ആ മറുപടിയിൽ നമുക്ക് ഒരു തൃപ്തി ഇല്ലാതെ പോകും. കാരണം കരുതിയിരിക്കേണ്ടിയിരുന്ന ഒരു അപകടം, ആ അപകടം വരുത്തി വെച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. അഖില. ശരി, സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറുപടി ഉണ്ടാകണം, അന്വേഷണത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യം. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അന്തിമോപചാരം അർപ്പിച്ചു മന്ത്രിമാരായ KN ബാലഗോപാലും V ശിവൻകുട്ടിയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഇപ്പോൾ സ്കൂൾ അധികാരികൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൻ്റെ പ്രശ്നവും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തും. എന്തായാലും സംഭവിച്ചു പോയി. നമുക്ക് ആ മോൻ്റെ കൂടെയാണ് നമ്മൾ ആ കേരളം മുഴുവൻ. അത്ര വിഷമമാണുള്ളത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ പിന്നെ വേറൊരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണ് മുകളിൽ കയറിയത്. അത്ര ആ നിലയിൽ മനസ്സുള്ളവനാണ്. അപ്പോൾ അവൻ്റെ അമ്മ ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്ത് സഹായം വേണോ ആ കുട്ടിയുടെയും കുട്ടിയുടെ കുടുംബത്തിനും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ബാലഗോപാലിനെ അടിയന്തരമായിട്ട് ഇവിടെ ചെന്ന കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി പറഞ്ഞു. അങ്ങേറ്റം വിഷമം ഉണ്ടാക്കുന്ന ദുഃഖകരമായ ഒരു സംഗതിയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അത് കളിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കയറി കൂട്ടുകാരുടെ ചെരുപ്പ് പോയിട്ട് അവിടെ എടുക്കാൻ പോയെന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടു. ഇങ്ങനെയുണ്ടായത് വളരെ സങ്കടകരമാണ്, ദുഃഖകരമാണ്. ശക്തമായ അന്വേഷണം നടത്തും. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവമാണ്. അത് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ആ കുടുംബത്തിൻ്റെയും ഒപ്പം വിഷമത്തിലെല്ലാം പങ്കുചേരുകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
മിഥുന്റെ ജീവൻ വൈദ്യുതാഘാതമേറ്റ് നഷ്ടപ്പെട്ട സംഭവം അങ്ങേയറ്റം ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മിഥുന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിച്ച് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാരും വിദ്യാഭ്യാസ വകുപ്പുമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഒരു മകനെയാണ് അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടപ്പെട്ടത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വൈദ്യുത വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഭൂമിയിൽ നിന്നും ലൈനിലേക്കും ലൈനിൽ നിന്ന് സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷിത അകലം പാലിച്ചിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു. സൈക്കിൾ ഷെഡിന് അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്കും ഇതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ലൈൻ കവചിത കേബിളുകളാക്കി മാറ്റാൻ KSEB സ്കൂളിന്റെ അനുമതി ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ശേഷം അറിയിക്കാമെന്നായിരുന്നു സ്കൂളിന്റെ മറുപടിയെന്നും വിശദമായ അന്വേഷണത്തിന് ശേഷമേ വീഴ്ചയുടെ ഉത്തരവാദികളെ കണ്ടെത്താൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരണപ്പെട്ടത് തീർത്തും നിർഭാഗ്യകരമാണ്. ഭൂമിയിൽ നിന്നും ഈ ലൈനിലേക്ക് ആവശ്യമായ സുരക്ഷിത അകലം ഇല്ലായിരുന്നു എന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ വൈദ്യുതി ലൈനിൽ നിന്നും സൈക്കിൾ ഷെഡിലേക്ക് ആവശ്യമായ സുരക്ഷാ അകലം പാലിച്ചില്ല എന്നും റിപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഈ സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചത് ഏതെങ്കിലും അനുമതി ലഭിച്ചിരുന്നോ എന്നും സംശയമാണ്. ലൈനിനടിയിൽ ഒരു നിർമ്മാണം നടത്തുമ്പോൾ സുരക്ഷിതമായി വൈദ്യുതിയിൽ നിന്നും അകലം പാലിക്കേണ്ടതുണ്ട്. വൈദ്യുതി ലൈനുകൾ കൃത്യമായ ഇടവേളയിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് വൈദ്യുതി ബോർഡിൽ നിന്നും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. കൊല്ലത്ത് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അതീവ ദുഃഖകരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. സ്കൂൾ മാനേജ്മെന്റ് ജനകീയ സമിതിയാണ്. അതിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരുമുണ്ട്. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഘട്ടാന്തരം വിദ്യാർത്ഥിയായ മിഥുൻ്റെ മരണം. അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പാർട്ടി ഭരിച്ചാലും ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. അതായത് ജനകീയ സമിതിയാണ്. വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ സമിതിയാണ്. ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാരുൾപ്പെടെ എല്ലാവരും ഉണ്ട്. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ വേണം. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഓരോ വകുപ്പിന്റെയും അനാസ്ഥയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വൈദ്യുതി ലൈൻ ഇത്ര താഴെ കൂടി പോകുന്നത് വകുപ്പ് കണ്ടില്ല എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും ഇത് നീതീകരിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ കഴിവുകേടിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കെട്ടിടം പൊളിഞ്ഞ് വീണത് നമ്മൾ കണ്ടു. നിലമ്പൂരിൽ ഇതേപോലെ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് അവിടെ അപകടം കണ്ടു, ഷോക്കേറ്റ് മരിച്ചു. ഇതിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയാണ്. അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്ന് വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാസ്ഥയാണ്. കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത്. ഈ പറഞ്ഞതുപോലെ വൈദ്യുതി വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ്, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ, ലോവർ എഡ്യൂക്കേഷൻ, എല്ലാം വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടലിനെ കുറിച്ച് അറിയില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം. മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് എന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. As far as the role of the entity that you mentioned, I have no information to share on this account. This is a very sensitive matter and the Government of India has been offering all possible assistance in the case. We have provided legal assistance and also appointed a lawyer to assist the family. We have also arranged for regular consular visits by
by a family, and we are also in touch with local authorities as also the family members to resolve this. യമൻ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പ്രചാരണം നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട RJD ദേശീയ കൗൺസിൽ അംഗം സലീം മടവൂർ DGP റവാഡ ചന്ദ്രശേഖറിന് പരാതി നൽകി. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഖ് മഹദിയുടെ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തും തലാലിന്റെ ബന്ധുക്കളെ ഇന്റർവ്യൂ ചെയ്തും നിമിഷപ്രിയയുടെ മോചനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പരാതി. മുബാറക് റാവുത്തർ എന്ന വ്യക്തി തലാലിന്റെ ഗ്രാമവാസികളെ ഇളക്കിവിടാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. നടപടി സ്വീകരിക്കാൻ DGP പരാതി മേൽനോട്ട സമിതിക്ക് കൈമാറി. തെക്കുകിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അതിശക്തമായ മഴ അടുത്ത 4 ദിവസം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സ്വച്ഛ് സർവേക്ഷൺ സർവേ പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി വീണ്ടും മധ്യപ്രദേശിലെ ഇൻഡോർ. സൂറത്തും നവി മുംബൈയുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. വിജയവാഡയാണ് 4ാം സ്ഥാനത്ത്. സ്വച്ഛ് സർവേക്ഷൺ സർവേ പ്രകാരം ഇത് തുടർച്ചയായ 8ാം തവണയാണ് രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഇൻഡോറിനെ തെരഞ്ഞെടുക്കുന്നത്. ഇൻഡോർ മേയർ പുഷ്യമിത്ര ഭാർഗവ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ചു. सुपर स्वच्छ नीट की पहली श्रेणी, सबसे पहला नाम इंदौर. बहुत बहुत शुभकामनाएं, बधाई. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങൾക്കായുള്ള സൂപ്പർ സ്വച്ഛ് ലീഗ് വിഭാഗത്തിലാണ് ഇൻഡോറിന്റെ നേട്ടം. ഖരമാലിന്യം വേർതിരിക്കൽ, വികേന്ദ്രീകൃത കമ്പോസ്റ്റിംഗ്, ശുചിത്വ പ്രവർത്തനങ്ങളിൽ താമസക്കാരുടെ സജീവ പങ്കാളിത്തം എന്നിവയാണ് നേട്ടത്തിലേക്ക് നയിച്ചത്. സൂററ്റ് 2ാം സ്ഥാനത്തും നവി മുംബൈ 3ാം സ്ഥാനത്തുമെത്തി. 45 ദിവസം നീണ്ട മൂല്യനിർണ്ണയത്തിനൊടുവിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 3 മുതൽ 10 ലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ നോയിഡ ഏറ്റവും ശുചിത്വമുള്ള നഗരമെന്ന സ്ഥാനം സ്വന്തമാക്കി. ചണ്ഡീഗഡ്, മൈസൂർ എന്നീ നഗരങ്ങളാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൺ. 4500-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന്റെ ഭാഗമാകുന്നത്. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയമാണ് സർവേ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം നാളെ. കോട്ടയം പുതുപ്പള്ളി പള്ളിയിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും തുടർന്ന് പള്ളിക്ക് മുന്നിൽ തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ അനുസ്മരണ സമ്മേളനവും നടക്കും. രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം KPCCയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിക്കുമ്പോൾ കോട്ടയം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടക്കും. രാവിലെ 9-ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 11 വീടുകളുടെ താക്കോൽദാനവും രാഹുൽ ഗാന്ധി നിർവഹിക്കും. ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി മീനടത്ത് നിർമ്മിക്കുന്ന ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ടർഫിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും നടക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് 11 വീടുകൾ കൈമാറുന്നുണ്ട്. 50 വീടുകൾ കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള 11 വീടുകളാണ്. ഒരു വീട് ഓൾറെഡി കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടർഫിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. അതന്നെ രാഹുൽജിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് 10ഓളം ഹിയറിംഗ് എയ്ഡ് ദുബായ് ഇൻകാസ് ഡോക്ടർ താഹിരയുടെ നേതൃത്വത്തിൽ നൽകുന്നത്. അത് ഞങ്ങൾ കൈമാറുന്നു. KPCCയുടെ ചാരിറ്റി ഇവിടുത്തെ കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഒന്ന് നടക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിക്കും. UDF നേതാക്കളും വിവിധ മത മേലധ്യക്ഷന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിക്കായി പുതുപ്പള്ളി വലിയപള്ളി അങ്കണത്തിൽ 10,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന കൂറ്റൻ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൌസ് പരിസരത്തെ വാക്ക് വേയിൽ ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം മാറ്റിയത് വിവാദമാകുന്നു. ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ഫലകം മാറ്റി മുഹമ്മദ് റിയാസിന്റെ പേരുള്ളത് സ്ഥാപിച്ചു എന്നാണ് ആരോപണം. സ്ഥലത്ത് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ശിലാഫലകം മാറ്റിയ സ്ഥലത്ത് പുനഃസ്ഥാപിച്ചു. 2015 മെയ് 15-നാണ് കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൌസ് പരിസരത്ത് വാക്വേയിൽ കുട്ടികളുടെ പാർക്കിന്റെയും നവീകരിച്ച സീപാത്ത് വേയുടെയും ഉദ്ഘാടനം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നിർവഹിച്ചത്. ഉദ്ഘാടന ശിലാഫലകം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ശേഷം 2022 മാർച്ച് 6-നാണ് സീപാത്ത് വേ
സീവ്യൂ പാർക്ക് തുടങ്ങി നവീകരിക്കപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. ഇതിന്റെയും ശിലാഫലകം ഗസ്റ്റ് ഹൗസ് പരിസരത്ത് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ശിലാഫലകം മാറ്റിയതാണ് വിവാദത്തിലായത്. ശിലാഫലകം നീക്കി ആരും ശ്രദ്ധിക്കപ്പെടാത്ത നിലയിൽ മാറ്റിവെക്കുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. ഇത് ഉമ്മൻചാണ്ടിയെ അപമാനിച്ചതിന് തുല്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റിയാസിന്റെ ഫലകം സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിച്ചോട്ടെ, പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് അപമാനിക്കുന്നതിന് തുല്യമാണ്. ഫലകം സ്ഥാപിച്ച ഉടനെ എടുത്തു മാറ്റാനാണെങ്കിൽ ഫലകം സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇത് ശുദ്ധ തോന്നിവാസമാണ്. മാറ്റിവെച്ച ശിലാഫലകം DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പുനഃസ്ഥാപിച്ചു. അമൃത ന്യൂസ്, കണ്ണൂർ. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ വൈസ് ചാൻസലർ പോര് തുടരുന്നു. സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഒഴിവാക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഓൺലൈൻ യോഗം ചേർന്നു. വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം സംബന്ധിച്ച യോഗമാണ് ഓൺലൈനായി ചേർന്നത്. രജിസ്ട്രാറെ ഒഴിവാക്കി ഓൺലൈനായി യോഗം ചേർന്നതിൽ വലിയ പ്രതിഷേധമാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ തുടങ്ങിയ രജിസ്ട്രാർ VC പോരാണ് സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിലെത്തി നിൽക്കുന്നത്. ഭരണ നടപടികളിൽ 2 ആഴ്ചക്കാലമായി അനിശ്ചിതത്വം തുടരുകയാണ്. സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറും പകരം ചുമതല നൽകിയ ഡോക്ടർ മിനി കാപ്പനും സർവകലാശാലയിൽ എത്തുന്നുണ്ടെങ്കിലും പ്രതിസന്ധി തീരുന്നില്ല. സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറിന് ഫയൽ നൽകാനോ ഫയലുകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകാനോ വൈസ് ചാൻസലർ തയ്യാറാകുന്നില്ല. താൽക്കാലിക രജിസ്ട്രാറായി ചുമതല നൽകിയിട്ടുള്ള മിനി കാപ്പന് ഫയലുകളിൽ തീരുമാനമെടുക്കാനുള്ള സാഹചര്യം സർവകലാശാല ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുന്നുമില്ല എന്നതാണ് ഭരണസ്തംഭനാവസ്ഥയ്ക്ക് കാരണം. സാധാരണഗതിയിൽ വൈസ് ചാൻസലറും സർവകലാശാല രജിസ്ട്രാറും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇടപെടേണ്ടതാണ്. VCയുടെ തീരുമാനം ചാൻസലർ ശരിവച്ചാൽ KS അനിൽകുമാറിന് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുമാകും. ഇക്കാര്യത്തിൽ ഗവർണറും മൗനം തുടരുകയാണ്. ഡോക്ടർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകേണ്ടെന്ന് VC നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ താൻ സർവകലാശാല നിയമപ്രകാരം രജിസ്ട്രാറായി തുടരുകയാണെന്നും ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ തടസ്സമില്ലെന്നുമാണ് രജിസ്ട്രാറുടെ വാദം. ബുധനാഴ്ച അനിൽകുമാർ എത്തിയതും ഔദ്യോഗിക വാഹനത്തിലാണ്. അനിൽകുമാറിനെ ഒഴിവാക്കി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ബുധനാഴ്ച ഓൺലൈൻ യോഗം ചേർന്നു. വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം സംബന്ധിച്ച യോഗമാണ് ഓൺലൈനായി ചേർന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്നും ഉയരുന്നത്. സർവകലാശാലയിൽ ഭരണ അനിശ്ചിതത്വം തുടരുമ്പോൾ തുലാസിലാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. VC പരിഗണിക്കേണ്ട ഫയലുകളുടെ എണ്ണം കുത്തനെ കൂടുന്നു. പുതിയ കോഴ്സ് അനുവദിക്കൽ, സീറ്റ് വർധന തുടങ്ങിയ കാര്യങ്ങളും പ്രതിസന്ധിയിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു തരിപ്പണമായി എന്ന് K മുരളീധരൻ. ഗവർണർക്കും മറ്റെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. SFIയെയും DYFയെയും ഇളക്കിവിട്ട് സർവകലാശാലയിൽ സമരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ശരിയല്ല. BJP എതിർക്കുന്നു എന്ന മേനി കാണിക്കാൻ വേണ്ടിയുള്ള സമരമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഗവർണറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും K മുരളീധരൻ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസം ആകെ തകർന്ന് തരിപ്പണായിരിക്കുക. അതിൽ ഗവർണർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഈ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ പേരിൽ നടന്ന വിവാദം, അത് ഈ സിൻഡിക്കേറ്റിൽ വോട്ടെടുപ്പ് വന്നപ്പോൾ ഒരു സാങ്കേതിക തർക്കമാണ്. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി K രാജൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പൂരം കലക്കലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് മന്ത്രി മൊഴി നൽകിയത്. DIG തോംസൺ ജോസ് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തി. പലതവണ വിളിച്ചിട്ടും ADGP ഫോൺ എടുത്തില്ല എന്നും മന്ത്രി മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഔദ്യോഗിക വസതിയിലെത്തിയാണ് മന്ത്രി K രാജന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഇത് 3ാം തവണയാണ് മന്ത്രി K രാജൻ ഗൂഢാലോചന സംശയമുള്ളതായി മൊഴി നൽകുന്നത്. തൃശൂർ പൂരം നടത്തിപ്പിന്റെ ചുമതല ഔദ്യോഗികമായി നൽകി സർക്കാർ നിയോഗിച്ച മന്ത്രി കൂടിയാണ് K രാജൻ. പൂരത്തിന്റെ ദിവസം രാവിലെ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകും തമ്മിൽ വാക്കുതർക്കമുണ്ടായപ്പോൾ ഔദ്യോഗിക ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെ താൻ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കുമെന്ന് ADGP ഉറപ്പ് നൽകിയിരുന്നു.
എന്നാൽ പിന്നീട് പൂരം കലങ്ങിയ സമയത്ത് നിരവധി തവണ MR അജിത് കുമാറിനെ ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. തന്റെ ഫോണിലേക്ക് ADGP തിരിച്ചു വിളിച്ചതുമില്ല എന്നാണ് മന്ത്രി കെ രാജൻ മൊഴി നൽകിയത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ADGP സ്വകാര്യ യാത്ര പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഗൂഢാലോചന സംശയിക്കുന്നതായാണ് മന്ത്രിയുടെ മൊഴി. ആർക്ക് നേരെയും വിരൽ ചൂണ്ടിയിട്ടില്ല എങ്കിലും പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലാണ് മന്ത്രി മൊഴി നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം തലവനും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ DIG തോംസൺ ജോസാണ് മൊഴി രേഖപ്പെടുത്തിയത്. ADGP MR അജിത് കുമാറിനെതിരെ ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ വീഴ്ച പറ്റിയെന്ന DGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തു. തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസിന്റെ പരാതിയിലാണ് നടപടി. 1,90,00,000 രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു എന്ന പുതിയ ചിത്രത്തിൽ പങ്കാളിയാക്കാമെന്ന കരാറിൽ 1,90,00,000 നൽകി. എന്നാൽ പിന്നീട് മറ്റൊരു സ്ഥാപനത്തിന് ചിത്രത്തിന്റെ വിതരണാവകാശം അടക്കം നൽകിയെന്നും അങ്ങനെയാണ് 1,90,00,000 രൂപ നഷ്ടമായതെന്നും പരാതിയിൽ പറയുന്നു. മഹാവീര്യർ എന്ന നിവിൻ പോളി ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു പരാതിക്കാരനായ ഷംനാസ്. ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 90,00,000 രൂപയിലധികം കിട്ടാനുണ്ടെന്നുമാണ് ഷംനാസിന്റെ അവകാശവാദം. വൈക്കം കോടതിയിലാണ് ഷംനാസ് പരാതി നൽകിയത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തത്. നിവിൻ പോളിയെ 1-ാം പ്രതിയാക്കിയും എബ്രിഡ് ഷൈനെ 2-ാം പ്രതിയാക്കിയുമാണ് കേസ്. വഞ്ചനാ കേസിൽ പ്രതികരണവുമായി നടൻ നിവിൻ പോളി. കോടതി നിർദ്ദേശങ്ങളെ മാനിക്കാതെയും വസ്തുതകളെ വളച്ചൊടിച്ചുമാണ് പുതിയ കേസെടുത്തിരിക്കുന്നതെന്ന് നിവിൻ പോളി ഫേസ്ബുക്കിൽ കുറിച്ചു. ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സത്യം വിജയിക്കുമെന്നും നിവിൻ പോളി പറഞ്ഞു. ആക്ഷൻ ഹീറോ ബിജു 2വിന്റെ പേരിൽ തന്റെ പക്കൽ നിന്നും പണം തട്ടിയെന്ന നിർമ്മാതാവിന്റെ പരാതിന്മേലാണ് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ കേസെടുത്തിരിക്കുന്നത്. വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം JSK തിയേറ്ററുകളിലെത്തി. തൃശൂർ രാഗം തിയേറ്ററിൽ ആദ്യ ഷോ കാണാൻ സുരേഷ് ഗോപിയും അണിയറ പ്രവർത്തകരും എത്തിയിരുന്നു. ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന സിനിമയാണിതെന്ന് അഭിമാനത്തോടെ പറയാമെന്ന് സുരേഷ് ഗോപി സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം പ്രതികരിച്ചു. രാവിലെ 10:30 തിയേറ്ററിലെത്തിയ സുരേഷ് ഗോപി മുഴുവൻ സിനിമയും കണ്ടതിനു ശേഷമാണ് പുറത്തിറങ്ങിയത്. എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചു. ആ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ. തലമുറകൾക്ക് ബോധ്യം പകർന്നു നൽകാൻ ഈ സിനിമ ഉതകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള ബോധ്യമാണ്, ആത്മവിശ്വാസമാണ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന ഈ സിനിമ കണ്ടപ്പോൾ അനുഭവമായതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഇതങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു സിനിമയാണെന്നത് അഭിമാനത്തോടെ ഞാനത് പ്രിവ്യൂ കണ്ടതാണ്. പക്ഷേ പ്രിവ്യൂ കണ്ട് ഒരു സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാൻ അവലോകനം നടത്തി. ഒരു സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാനത് സ്വീകരിച്ചു. പ്രദർശനത്തിനു ശേഷം അണിയറ പ്രവർത്തകരും സുരേഷ് ഗോപിയും ചേർന്ന കേക്ക് മുറിച്ച ആഹ്ലാദം പങ്കുവച്ചു. രാഗം തിയേറ്ററിന്റെ പ്രൊപ്പറേറ്ററും നിർമ്മാതാവുമായ സുനിലും ചടങ്ങിൽ പങ്കുചേർന്നു. അമൃത ന്യൂസ്, തൃശൂർ. ആനപ്രേമികളെ ആവേശത്തിലാഴ്ത്തി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട്. 63 ആനകളാണ് ഇത്തവണ ആനയൂട്ടിനെത്തിയത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്ഷേത്രം മേൽശാന്തി ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള സാവിത്രിക്കുട്ടി എന്ന പിടിയാനയ്ക്ക് നൽകിയാണ് ആനയൂട്ടിന് തുടക്കമിട്ടത്. 9 പിടിയാനകൾ ഉൾപ്പെടെ 63 ആനകൾ ആനയൂട്ടിനെത്തി. ആനകൾ ഒത്തുചേർന്ന വടക്കുംനാഥനെ വണങ്ങുന്നത് ആനപ്രേമികൾക്ക് പ്രിയപ്പെട്ട കാഴ്ചയായി. അയൽ ജില്ലകളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകൾ ആനയൂട്ട് കാണാനെത്തി. ആനയൂട്ടിന് മുന്നോടിയായി 12,008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു. ശേഷം ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു. 5 ആനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത്. കർക്കിടക മാസം 1-ാം തീയതി ആനയൂട്ട് നടത്തി കഴിഞ്ഞാൽ ആ കൊല്ലം ആനകൾക്ക് അസുഖം വരില്ല, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആനകൾ വരുന്നത്. ആനകളൊക്കെ അവിടെ ആഭരണങ്ങളൊന്നും ഇല്ലാണ്ട് ആനകളെ ഫ്രീ ആയിട്ട് കാണാം. ആനകളെ സൗന്ദര്യം ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ സംസ്കാരം, ആ പൈതൃകവും നിലനിർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ചടങ്ങുകൾ അത്യന്താപേക്ഷിതമാണ്. അത് ഇതിൻ്റെ സംഘാടക സമിതി, പ്രത്യേകിച്ച് കൊച്ചി ദേവസ്വം ബോർഡ് ഒരു ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. അത് വരും കാലം 43 വർഷമാണ്, ഇത് 43rd ഇയറാണ്. ഇനിയും അനേക വർഷങ്ങളിൽ ഇത് നീണ്ടു നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പ്രത്യേക ഔഷധക്കൂട്ടുകൾ കൊണ്ടുള്ള വിഭവങ്ങളെ കൂടാതെ അവില്, മലര്, തണ്ണിമത്തൻ, കൈതച്ചക്ക തുടങ്ങിയ ഫലങ്ങളും ആനകൾക്ക് നൽകി. 43-ാം വർഷമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുന്നത്. അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ആനയൂട്ടിനെത്തുക. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്കുള്ള സുഖചികിത്സ നാളെ ആരംഭിക്കും. അമൃത ന്യൂസ്, തൃശൂർ. സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി റെന്യ റാവുവിന് 1 വർഷം തടവ് ശിക്ഷ.
കഫേപോസെ ബോർഡ് പാസാക്കിയ ഉത്തരവെ തുടർന്നാണ് ശിക്ഷ. ബോർഡിന്റെ തീരുമാനം റിന്യ റാവുവിനൊപ്പം മറ്റ് 2 പ്രതികളായ തരുൺ കൊണ്ടൂരു രാജു, സാഹിൽ ജെയിൻ എന്നിവർക്കും ബാധകമാണ്. 1 വർഷത്തെ തടവ് കാലയളവിൽ ജാമ്യത്തിന് അപേക്ഷിക്കാനുള്ള അവകാശം മൂവർക്കും നിഷേധിക്കപ്പെട്ടതായി നിർദ്ദേശത്തിൽ പറയുന്നു. കേസ് അന്വേഷിച്ച ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് യഥാസമയം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് ബംഗളൂരു കോടതി റിന്യയ്ക്കും കൂട്ടാളി തരുൺ രാജുവിനും നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. കഫേപോസ വിധിയോടെ ഈ ജാമ്യം റദ്ദാക്കും. ജൻശിക്ഷൻ സംസ്ഥാന്റെ ഗുണഭോക്തൃ സംഗമവും ദിശ എക്സിബിഷനും മലപ്പുറത്ത് നടന്നു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശീലനം പൂർത്തീകരിച്ച 1800 ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ ബാച്ചിന്റെ പരിശീലന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. PV അബ്ദുൽ വഹാബ് MP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആശ്രയമില്ലാത്തവരുടെ പ്രതീക്ഷയാണ് ജൻശിക്ഷൻ സംസ്ഥ എന്ന് മന്ത്രി ജയന്ത് ചൌധരി പറഞ്ഞു.